പത്മകുമാർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അദ്ദേഹം പ്രതികരിക്കുന്നു. സംസ്ഥാന നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചിലർ വിളിക്കുമല്ലോ. മറ്റേ മുതിർന്ന നേതാവ് AK ബാലനെ ഒക്കെ വിളിച്ചിരുന്നു എന്ന് കേട്ടിരുന്നു. അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം, പലരും വിളിച്ചിട്ടുണ്ടാവും. ഇന്നലെ BJP നേതാക്കൾ വന്ന് കൂടിക്കാഴ്ച നടത്തി. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ കേട്ടു. എൻ്റെ വീടിൻ്റെ പടവ് കൊടുത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് കിട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ അത്താഴം കഴിക്കാമെന്നവർ വിചാരിച്ച് കാണും. അവരുടെ രണ്ടുപേരുടെ പേരൊന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 52 വർഷക്കാലമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ പറഞ്ഞത്. അതല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേറെ ആരും പറഞ്ഞതുമല്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുപോലുള്ള വ്യത്യസ്താഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഏത് വ്യത്യസ്താഭിപ്രായവും അവനവൻ്റെ പാർട്ടി ഘടകത്തിൽ പറയാൻ പാർട്ടിയിൽ അവകാശമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു വികാരപരമായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു എന്നുള്ളത് അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ചില രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ കാണുന്നത് പോലെ കാണുകയും, ഞാനങ്ങനെയൊന്നും നടക്കുന്ന ആളല്ല. കാരണം ഞാൻ 52 വർഷം മുമ്പ് 1973 ഈ പാർട്ടി ചേരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും പാർട്ടി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതല്ല, ഞാനൊരു ആശയപരമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFIയുടെ പ്രവർത്തകനായിട്ട് മാറിയത്. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ 52 വർഷക്കാലം പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിനിടയ്ക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യരാകുമ്പോൾ തെറ്റും ശരിയൊക്കെ ഉണ്ടാവും. നമ്മുടെ പാർട്ടിയിൽ തന്നെ എത്രയോ പേര് ചിലപ്പോൾ വിട്ടുപോയിട്ടുള്ളവർ തിരിച്ചു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ പാർട്ടിയിൽ തന്നെ മാറി ഒരു നിലപാട് സ്വീകരിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പം ഒരു കേഡർക്കൊരു പെശകുണ്ടായാൽ, അത് പത്മകുമാർ ആയാലും വേറെ ആരായാലും, ഒരു കേഡർക്ക് ഒരു പ്രശ്നം എന്തെങ്കിലും കാരണത്താൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് പരിഹരിക്കുകയും ആ പ്രശ്നങ്ങൾ തിരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്, തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ് CPM. സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാത്ത ചില ആൾക്കാരാണ് ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുമ്പം വെളുത്തു വരുന്ന ചില സംഗതികളുണ്ടല്ലോ, അവർക്കൊരു പേര് വരാൻ വേണ്ടി പത്മകുമാറിൻ്റെ പേര് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ BJPക്കാർ വന്ന്, അതും ഇവിടുത്തെ ഈ പറഞ്ഞ 2 നേതാക്കന്മാർ, അവർ വന്നിട്ട് അവരൊക്കെ ഞാൻ MLA ആയിരിക്കുന്ന കാലത്ത് അന്ന് അയാളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊക്കെയുള്ളവർ വന്ന് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഈ പരസ്യ പ്രതികരണം വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. അത് അപ്പം തന്നെ തോന്നിയതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ FI പോസ്റ്റ് പിൻവലിച്ചത്. കൊണ്ടാണല്ലോ. അതിപ്പോൾ നിങ്ങളാരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. കാരണം ഇത് ഞാൻ മറ്റാരെങ്കിലും പോലെ ഇങ്ങനെ നിരന്തരമായി കുത്തുവർത്താനം പറയാനും ഇല്ല, അങ്ങനൊരു കുത്തുവർത്താനം പറഞ്ഞതിനകത്ത് നിൽക്കാനും ഇല്ല. അതല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പരസ്യമായി പറഞ്ഞു, അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്തേരെ, ആ അക്കോമഡേഷൻ ഞാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ധൈര്യമായി തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, പക്ഷേ പറയേണ്ട കാര്യമാണ്, അത് പറയേണ്ടടുത്ത് പറയണമായിരുന്നു, അത് പറഞ്ഞില്ല. അത് തെറ്റായിപ്പോയി എന്നുള്ളത് കൊണ്ട് എൻ്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചാലും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണല്ലോ. ഞാൻ എൻ്റെ പാർട്ടി ബ്രാഞ്ചിൽ നിൽക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നു, അല്ലെ പരസ്യമായി പ്രതികരിക്കുന്ന ആൾക്കാരെ, പ്രതിഷേധിക്കുന്ന ആൾക്കാരെ നേരിട്ട് വന്ന് ജില്ലാ സെക്രട്ടറി പോലുള്ള ആൾക്കാർ കാണുന്ന അല്ല, ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതായത് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, രാജീവ് എബ്രഹാമും ഞാനുമൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് വ്യക്തിപരമായി തന്നെ. അദ്ദേഹം പാർട്ടിയിൽ വരുന്ന കാലത്ത് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം SFIയുടെ പ്രവർത്തകനായി വരുന്ന കാലം മുതൽ എൻ്റെ ജൂനിയറാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അയാളിനെ കാണാൻ വന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കല്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലരും മാറി നിൽക്കും പേടിച്ചിട്ട്, ഇനി എന്തെങ്കിലും വന്ന് കണ്ടാൽ കുഴപ്പമുണ്ടോ എന്നുള്ള മട്ടിൽ. രാജീവ് എബ്രഹാം എന്നെ വന്ന് കണ്ടു, കാര്യങ്ങൾ അയാൾ സംസാരിച്ചു.
അയാൾ എൻ്റെ പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും. ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു പോകും, അത്രയേ ഉള്ളൂ. സാധാരണ അച്ചടക്കം ലംഘിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനേക്കാൾ ഒരു പരിഗണന കിട്ടി എന്ന് പറയാം. അങ്ങനെ ഒരു അച്ചടക്ക ലംഘനമല്ലല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന വികാരങ്ങളും ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ ഉണ്ടായെന്നിരിക്കും. എത്രയോ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകൾ ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത്രയും ദോഷം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 73-ൽ SFIയുടെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായി. ഈ 2025 മാർച്ച് മാസം 11-ാം തീയതി വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ 2 പ്രാവശ്യം മാത്രമാണ് എൻ്റെ പാർട്ടിക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അന്ന് ആ 2 പ്രാവശ്യം താക്കീതെന്നുള്ള നടപടിയാണ് എനിക്കെതിരായിട്ടുണ്ടായിട്ടുള്ളത്. ഇതല്ലാതെ ഈ 52 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ന് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 75-ലാണ് പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത്. അന്ന് 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അന്ന് 1 വയസ്സ് കൂട്ടി വെച്ചതുകൊണ്ട് 18 വയസ്സ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നത്. പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് ഇപ്പോൾ 50 വർഷമായി. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്ന് 24-ാമത്തെ വയസ്സിൽ ഞാനിവിടെ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ തന്നെ നല്ലതുപോലെ പ്രവർത്തിച്ച് വന്ന ആളാണ്. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചു. കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് കർഷക സംഘത്തിൻ്റെ, അതായത് നാരായണൻ നമ്പ്യാർ പ്രസിഡൻറ്റും TK രാമകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഞാൻ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഈ നിരാശ ബാധിച്ചൊരു വർത്തമാനം പറയാനൊന്നും ഞാനില്ല. അപ്പോഴത്തെ എൻ്റെ പ്രശ്നത്തിലല്ല ഞാൻ വികാരപ്രകടനം നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, വീണ ജോർജിനെ സംബന്ധിച്ച്, അവരുടെ കഴിവിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വ്യത്യസ്താഭിപ്രായമില്ല. അവർ മന്ത്രിയായതിനും ഞാനൊരു തർക്കവും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത രൂപത്തിൽ ഒരു പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അത് പറഞ്ഞു. അത് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. അതിൽ ഇനി പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ സ്വീകരിക്കും. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഏത് നിലപാട് സ്വീകരിച്ചാലും അത് സ്വീകരിക്കും. ചില നേതാക്കൾ തന്നെ സ്വകാര്യമായി പറയുന്നത് അദ്ദേഹം ഈ 52 വർഷത്തെ ചരിത്രമൊക്കെ പറയുകയും ചതിവഞ്ചന അവഹേളനം എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇത്രയും കാലത്തിലേക്ക് അദ്ദേഹത്തിന് 3 തവണ സീറ്റ് നൽകി. ഒരു തവണ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകി. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പദവികളും നൽകി പാർട്ടി പരിഗണിച്ചിട്ടും ഇത്തരത്തിലുള്ളൊരു പരിഭവം ഇത്തരം വേണമായിരുന്നു എന്നുള്ളത് അത് ആ പറഞ്ഞ ആളിനോട് തന്നെ ചോദിക്കുകയല്ലാതെ എനിക്ക് എന്ത് പറയാനിരിക്കും. ആ പറഞ്ഞ ആളുടെ മാനസിക വികാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരോട് തന്നെ ചോദിക്കുക. അങ്ങ് ആദ്യം ഫേസ്ബുക്കിലൂടെ പ്രതിഷേധക്കുറിപ്പിട്ട് പിന്നെ അങ്ങ് പിൻവലിച്ചു. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. അങ്ങേക്ക് പറയാനുള്ള വേദിയാണ് ഈ വിഷയം. അങ്ങ് പറയുമോ പറയാതിരിക്കുമോ? അതല്ല, നാളെ ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് നമുക്കിപ്പോൾ അറിഞ്ഞൂടല്ലോ. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളാണെന്നുള്ളത് ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു അബ്രാമിനോട് ചോദിക്കുക മാത്രമേ മാർഗമുള്ളൂ. അങ്ങ് ഉയർത്തിയ വിഷയം സംഘടനാപരമായ ചില പിഴവുകൾ ചൂണ്ടിക്കാണിച്ചു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാർട്ടിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പുനർ അവലോകനത്തിന് ഇടവരുത്തുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഞാൻ അന്നേരം ഉണ്ടായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയപ്പോൾ അത് പിൻവലിച്ചു, അത്രേ ഉള്ളൂ. ഇന്നലെ BJP നേതാക്കളെത്തി ചർച്ച നടക്കേണ്ടത് ഞാൻ പറഞ്ഞിപ്പോൾ BJPക്കാർ ഇവിടെ വന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അവരിവിടെ വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. 1-2 ഇവിടെ എത്രയോ പേര് വന്നവരെയൊക്കെ ഞാൻ ചിരിച്ച്. ഈ എൻ്റെ വീടിനെ സംബന്ധിച്ച് പഴയ ആളുകൾക്കറിയാം. ഇതിപ്പോൾ എൻ്റെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പ് ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, അടുക്കളയിൽ വരെ കയറാം. പത്തനംതിട്ട നേതാവ് A. പത്മകുമാർ അദ്ദേഹം തൻ്റെ FB പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിലപാട് മയപ്പെടുത്തി അദ്ദേഹം പറയുകയാണ്, പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ, അതിൽ ഖേദിക്കുന്നു, പാർട്ടി നടപടിക്ക് വിധേയനാകുമെന്നുമാണ് പത്മകുമാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്.